അത് നമ്മളിപ്പോ മനഃപൂർവ്വം പറയണല്ലോ, ഇങ്ങനെ പറഞ്ഞു തരുമ്പോ ആയിപ്പോ ഞാൻ നീക്കൂല. അത് ചേട്ടാ ഒരു ചായ ഇവിടെ കൊടുത്തേക്കല്ലേ അല്ലേ? നിങ്ങൾ കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ വയറ് വേണം ചിലപ്പോൾ. അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ പോകുന്നത് പിന്നെ ഒരു മൈക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. വ്ളോഗിന് വോയിസ് ക്ലാരിറ്റീൻ്റെ ഒരു പ്രശ്നം പലരും പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൈക്ക് വാങ്ങാൻ വേണ്ടി പോവാണ്. മൈക്ക് വാങ്ങാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സ്ഥലം തന്നെയാണ്. നമ്മുടെ കോഴിക്കോടുള്ള ലംബോസ് ഷോപ്പിലേക്കാണ് നമ്മൾ ക്യാമറ വാങ്ങിക്കാൻ പോകുന്നത്. ഞാൻ പണ്ട് മുതലേ ക്യാമറയും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്നാണ് വാങ്ങിക്കാറ്. അവിടേക്കാണ് നമ്മളിപ്പോൾ മൈക്ക് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. ലംബോസിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും. ഞാൻ എക്സാക്റ്റ് പറഞ്ഞുതരാം. അതായത് കോഴിക്കോട് RPM മാളിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് പഴയ ചെമ്മണ്ണൂർ ജ്വല്ലറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു 50 മീറ്റർ നടന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് കോഴിക്കോട് ലംബോസ് ക്യാമറാസിൻ്റെ ഷോറൂം. അങ്ങനെ ഞങ്ങൾ മൈക്ക് വാങ്ങാൻ വേണ്ടി ഇതേ ലംബോസ് ക്യാമറാസിലെത്തി. മൈക്ക് എടുക്കല്ലേ? മൈക്ക് DJയിൽ വരുന്നുണ്ട്, ലാർക്ക് M2 വരുന്നുണ്ട്, ലാർക്ക് മാക്സ് വരുന്നുണ്ട്. ഈ ഹോളിവുഡിന്റെ മൈക്കാണോ? ഹോളിവുഡ് അല്ല, ഹോളി ലാൻഡ് ആണ്. സോറി, ഹോളിവുഡോ? ഇതേതാ കമ്പനിയാ? ഹോളിവുഡ്. ഏത് ഹോളിവുഡ്? ഇത് ഹോളിവുഡ് ആവരാ വിഷയം. അപ്പോൾ പിന്നെ ഹോളിവുഡ് നോക്കല്ലേ? ഹോളിവുഡ് നോക്കാം. ഇതെന്താ റേറ്റ് വരുന്നത്? ഇതിപ്പോൾ ഓഫറിൽ വരുന്നുണ്ട് 12,000. ഇതിൽ മറ്റേ ഐഫോണിൻ്റെയും ആൻഡ്രോയിഡ് ഒക്കെ ഇല്ലല്ലേ? സി പോർട്ട് വരുന്നുണ്ട്, ലൈറ്റ്നിങ് വരുന്നുണ്ട്, പിന്നെ ക്യാമറയിലും ഫുൾ കോംബോ അല്ലേ വരുന്നത്? കോംബോ. ഹോളിവുഡ് മതിയോ അല്ലെങ്കിൽ ബോളിവുഡ് ആക്കണോ? ഹോളിവുഡ്. അത്ര നമ്മൾ ബോളിവുഡ് അങ്ങനെ ചെറുതാക്കണ്ട. അപ്പോൾ ഹോളിവുഡ് ആക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ അപ്പുറം ഇവിടെ DJ മൈക്ക് മിനി എന്ന് പറയുന്നൊരു മൈക്ക് ഉണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇൻറ്റേർണൽ റെക്കോർഡിങ് കാര്യങ്ങൾ, മറ്റേ മെമ്മറി കാർഡൊക്കെ ഇട്ടിട്ട് ഇൻറ്റേർണൽ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് കോമ്പാറ്റബിളായിട്ട് തോന്നിയത് ഈ ഹോളിലാൻഡിൻ്റെ ലാർക്ക് M2 എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. കാരണം ഈസിലി നമുക്ക് കണക്ട് ചെയ്യാനും വർക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ കൊഡാക്കിൻ്റെ ഇപ്പോൾ കൊഡാക്ക് വേണോ എനിക്ക് ഹോളിവുഡ് വേണോ? ഹോളിവുഡ്. അപ്പോൾ ഹോളിവുഡിൻ്റെ കാര്യം ഞങ്ങൾ എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതെടുക്കല്ലേ? തീർച്ചയായും. എന്നാ പിന്നെ അത് പൊളിക്കല്ലേ? യെസ്. പൈസക്ക് അങ്ങനെയൊക്കെ വേണോ? പൊളിച്ചിട്ട് തന്നാ പോരെ? ഇതിപ്പോ എങ്ങനെ റെക്കോർഡൊക്കെ ആവുന്നുണ്ടോ നോക്കല്ലേ? മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യണ്ടോ നോക്കിട്ട് പോരെ പൈസ. ഇതെങ്ങനെയാ പൊളിക്കാം? തരൂ. നശിപ്പിക്കരുത്. ഇതിങ്ങനെയാണ് പൊളിക്കുക. സംഭവില്ല. ഇതാണ് മൈക്ക് വരുന്നത്. ഇതിന്റെ ഉള്ളിലാണോ? ഇതിൻ്റെ ഉള്ളിൽ അഡാപ്റ്റർ അല്ലേ? കണക്ട് ചെയ്യുന്ന ഐഫോണിലും കണക്ട് ചെയ്യാം, ഐഫോണിലും കണക്ട് ചെയ്യാം, സാധാ ഫോണിലും. പക്ഷെ ഇതാണ് ഐഫോണിലും കണക്ട് ചെയ്യാം, ആപ്പിളിലും കണക്ട് ചെയ്യാം അല്ലേ? അല്ല, സാധാ ഫോണിലും ആൻഡ്രോയിഡും കണക്ട് ചെയ്യാം. സാധാ ഫോൺ ആൻഡ്രോയിഡ്. ഐഫോണൊക്കെ മാറി സി പോർട്ടായി. അതന്നെ. ഇതാണ് കേട്ടോ മൈക്ക് വരുന്ന. ഇത് മാഗ്നറ്റ് അല്ലേ? അമ്മച്ചി ഇതൊക്കെ പഠിച്ചു വെച്ചിട്ട് അങ്ങോട്ട് പോകുന്നല്ലേ? ഒരു ഇതിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണ്ടേ? അതിൻ്റെ ഒരു വോയിസ് ചെക്ക് ചെയ്യാം അല്ലേ? ഇതിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഒന്നും അറിയാത്ത പോലെ. ഇതിൽ ഇന്നലെ വീഡിയോയിൽ ഇതിൽ മാല കണ്ടിട്ടാണ് ഈ സാധനം തന്നെ എടുക്കണമെന്ന് പറഞ്ഞു പോകുന്നത്. അതിങ്ങനെ നാറ്റിക്കില്ല. ബസ്സിന് മാല വന്നു. ഇതെന്താ? ഇതൊക്കെ എന്താ? ഒരു ചാർജർ, കേബിൾ മാത്രം. മറ്റേത് നമ്മൾ എടുത്തൊന്ന് അടിച്ചു മാറ്റുന്നു. അതെന്തിനാ? ഇതെന്തിനാ? ക്യാമറയിൽ കണക്ട് ചെയ്യുന്നത്. അങ്ങനെ. ഇതല്ല മാല. ഇതാണ് ആ മാല.
ഇതിപ്പോൾ ഇവിടുന്ന് വന്നു. അല്ല ഇതിപ്പോ എങ്ങനെ ഈ മൈക്കിൻ ബാക്കിൽ ആ മാഗ്നറ്റ് ഇതിനകത്ത് കണക്ട് ചെയ്യുക? ഇത് അറ്റാച്ച് ചെയ്താൽ മതി. ഈ മാഗ്നറ്റ് റിമൂവ് ചെയ്യാൻ ജസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ. ഓഹോ. ഓക്കെ. എങ്ങനെയുണ്ട്? പിന്നെ ഇതാ കുട്ടികൾ കളിക്കാനുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ട്. ആ അതെ, ഈ മൈക്കിനൊക്കെ ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവും ഈ സാധനങ്ങളൊക്കെ. എന്താ കാർഡ് ഇതൊക്കെ ഒട്ടിച്ചേക്കാലോ അല്ലേ? ആ വെറുതെ അല്ലത് എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ മോൾ ഒട്ടിച്ചത് അങ്ങനെ ഒട്ടിക്കാനല്ലത് നമ്മളെ വികാരം പോലെ ഒട്ടിക്കല്ലേ, നമ്മളെ എന്താണ് അപ്പത്തെ മൂഡ് അതിനനുസരിച്ച് ഒട്ടിക്കും. കുറേ സ്റ്റിക്കേഴ്സ് വരുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ഡയറക്റ്റ് ഐഫോണിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് സി ടൈപ്പാണ് വരുന്നത്, ഇത് നമ്മുടെ ലൈറ്റ്നിങ് ആണ് വരുന്നത്. അപ്പം ലൈറ്റ്നിങ് ഇപ്പം നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ സി ടൈപ്പ് ഐഫോണിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിത് ഫോണിൽ നേരെ കണക്ട് ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ, ഭയങ്കര സിമ്പിളായിട്ട് തന്നെ നിൽക്കും. ഈ ഒരു അത്ര ബൾജായിട്ടും കാര്യങ്ങളും നിൽക്കില്ല, ഈസിലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കണക്ട് ചെയ്ത് ഇതിൽ ഓൾറെഡി ബ്ലിങ്ക് ചെയ്യും. ഇപ്പോൾ ഒരു മൈക്കാണ് ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു മൈക്ക് കത്തുന്നത്, ഒന്ന് ബ്ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ സൗണ്ട് എത്തിയ അല്ലേ? നല്ലിട്ടുണ്ട്. ചായക്കാരൻ വന്നപ്പോൾ നോക്കിക്കൊണ്ട് ചായ കുടിക്കും. എന്താണ് ചേട്ടാ ഒരു ചായ ഇവിടെ കൊടുത്തേക്കല്ലേ അല്ലേ? നിങ്ങൾ കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ വയറ് വേനുണ്ട് ചിലപ്പോൾ. ഇല്ലേ, അങ്ങനെയൊന്നുമില്ല. ആവൻ ഞാൻ ഒരു കുട്ടി നോക്കിക്കുമ്പോൾ അങ്ങനെ കുടിക്കാൻ പാടുണ്ട്. താങ്ക് യു. അതുകൊണ്ട് എൻ്റെ പൈസ വേറെ വാങ്ങിക്കട്ടോ, ചായ കുടിച്ചതിൻ്റെ. ഞാൻ വന്നോളാം. വോയിസ് റിഡക്ഷൻ മോഡ് ഇതാണോ? ഇത് ഞെക്കിയാൽ അങ്ങനെ വരും. ഓക്കെ. അപ്പം നമ്മളങ്ങനെ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്, മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് ആ മൈക്ക് കണക്ട് ചെയ്ത് ഇനിയിപ്പോൾ വേറെ മാലാൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ? അതെ, ഇനി എൻ്റെ മൈക്കിൻ്റെ വോയിസ് ഒന്ന് ചെക്ക് ചെയ്യാം. അതെ അതെ, ചെക്ക് ചെയ്യട്ടെ. ഇത് റിഡക്ഷൻ മോഡ് ഇത് ഓണാക്കല്ലേ? ഇനി ഇതിൻ്റെ വോയിസ് ചെക്ക് ചെയ്യണേ. അപ്പോൾ ഹലോ 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 ചെക്ക് ഹലോ. അപ്പോൾ ഇതിൻ്റെ വോയിസാണ്, ഇതിലിപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ള വോയിസാണ് ഇപ്പോൾ ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഗ്രീൻ ലൈറ്റ് എത്തും. ഗ്രീൻ ലൈറ്റ് എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ ആക്റ്റീവ് ആവും. ഇപ്പം സംസാരിച്ചേ. ഹലോ ചെക്ക് ഹലോ ചെക്ക് 1 2 3. ഇതാണ് ഇപ്പം നോയിസ് ക്യാൻസൽ ചെയ്തിട്ടുള്ള വോയിസ് ഇതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി നമ്മളത് പാക്ക് ചെയ്ത് വീട്ടിലോട്ട് പോകല്ലേ? യെസ്, തയ്ക്കണ്ടല്ലോ. ദൂരട്ടെ. ഹായ്, ഇതിൽ പൗഡർ പാഡൊക്കെ ഉണ്ടല്ലോ. പൗഡർ പാഡ് ഇനി മേക്കപ്പ് ആകട്ടെ. ഇത് പൗഡർ പാഡോ? ഇതാണ് വിൻഷീൽഡ് എന്ന് പറയുന്നത്. ഇത് 2 ഉണ്ടാവും അല്ലേ? ഇപ്പം 2 പൗഡർ പാഡായില്ലേ? യെസ്. ഇനി ഞങ്ങളെ ബുദ്ധിമുട്ടിരിക്കില്ല. യെസ്. വേറെ നല്ലതില്ലേ? ഈ കുഞ്ഞാപ്പി സാധനത്തിൽ ഇതൊക്കെ എങ്ങനെ ഇടാനാ? ഇതാണ് ക്ലിപ്പ്. ഓക്കെ, ഇടാം. കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാം. ഇത് ഒട്ടണില്ല, ഒട്ടണില്ല. പിന്നെ ഇത് നോക്ക്, നോക്ക് നോക്ക്. ഞാൻ നല്ലോണം അമർത്തിയിട്ടാണ് പിടിക്കുന്നത്, പക്ഷെ അത് ഒട്ടണില്ല. എനിക്കിത് മാറ്റി തരണേ, കേടായി. കിട്ടിയേ വേറെ കൊണ്ടിട്ടോളെ. മൂപ്പര് തിരിച്ചിട്ട് മൂപ്പര് തിരിച്ചിട്ടാന്ന്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഹോളിലാൻഡിൻ്റെ ഒരു ആപ്പ് ഉണ്ട്, മൊബൈൽ ആപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കണക്ട് ചെയ്യുന്നു. അപ്പം അതിൻ്റെ പെർമിഷൻസ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ വേറെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ലെവല് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ, വോളിയം കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നോയ്സ് ക്യാൻസലേഷൻ ഇതിൽ നിന്ന് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. പിന്നെ സ്പീക്കർ പ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതായത് ഇത് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ വോയിസ് നമുക്ക് റെക്കോർഡ് ചെയ്ത വോയിസ് നമുക്ക് കേൾക്കാനുള്ള ഓപ്ഷനാണ് ഈ സ്പീക്കർ പ്ലേ എന്ന് പറയുന്നത്. അത് ഇതിൽ കിട്ടും.
പിന്നെ നോയ്സ് ക്യാൻസലേഷനിൽ തന്നെ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. വീക്ക് എന്ന് സ്ട്രോങ് എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഒരുപാട് നോയ്സി ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ട്രോങ് യൂസ് ചെയ്യുന്നതാവും കുറച്ചുകൂടെ ബെറ്റർ ആവും. പിന്നെ ലെവലും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ നിന്ന് പിന്നെ ലെവലും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. പുതിയ മൈക്കൊക്കെ വാങ്ങി ഒരു ഐശ്വര്യത കുടിക്കാൻ വേണ്ടി ബീച്ചിലേക്ക് വന്നതാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.